ഗൂഗിളിന്റെ ഗൂഗിൾ പിക്സൽ 9 പ്രോ എക്സൽ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 1,25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 9 പ്രോ എക്സൽ എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ 1344x2992 ഒക്കെ വരുന്നുണ്ട്. OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ കൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം ഗൂഗിൾ പിക്സൽ 9 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിലാണ്. അപ്പം ഗൂഗിൾ പിക്സലിന്റെ കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഫോണാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 9 പ്രോ എക്സൽ നോക്കാവുന്നതാണ്. 6.8 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ഇതിൽ വരുന്നുണ്ട് ഗൂഗിൾ പിക്സൽ 9 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 221 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.5 mm ആണ്. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിന്റെ ഹേസൽ, പോർസിലിൻ, റോസ് ക്വാർട്സ് അതുപോലെ തന്നെ ഒബ്സിഡിയൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ ടെൻസർ G4 ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഗൂഗിളിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. മികച്ച പെർഫോമൻസ് കിട്ടേണ്ടതാണ്. എന്നാലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസറിന്റെ ആ ഒരു ലെവലിൽ എത്തുമോ എന്ന് വെച്ചാൽ ഏകദേശം അതിനടുത്ത് വരുന്ന പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. ആ ഒരു ലെവലിൽ എത്തിക്കൊള്ളണം എന്നില്ല. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ തന്നെയായിരിക്കും ബെറ്റർ. എന്തായാലും ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസറൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 16 GB റാമിന്റെ ബേസ് വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 256 GB ഇന്റേണലും വരുന്നുണ്ട്. ഇപ്പം പല AI ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു 16 GB റാം ഒക്കെ ഇതിൽ കൊടുത്തത്. പിന്നെ ഇതിൽ ടെമ്പറേച്ചർ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പും കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ടൈറ്റാൻ M2 സെക്യൂരിറ്റി ചിപ്പ് ഇതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പോൾ ഗൂഗിളിന്റെ ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് വരാറ്. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല 7 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചധികം കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ പൊതുവെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഫസ്റ്റ് ഗൂഗിളിന്റെ ഡിവൈസുകളിലാണ് വരാറ്. അപ്പം നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പല AI ഫീച്ചേഴ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.68 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. സെൻസർ സൈസ് വരുന്നത് 1/1.31 ഇഞ്ചാണ്. പിന്നെ 48 മെഗാ പിക്സലിന്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 48 മെഗാ പിക്സലിന്റെ f2.8 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 42 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ പൊതുവെ ഗൂഗിളിന്റെ ഡിവൈസുകളിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. നല്ലൊരു ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഡിവൈസുകളിൽ വരാറ്. അപ്പം മികച്ചൊരു ക്യാമറ പെർഫോമൻസ് തന്നെ നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5060 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 1,24,999 രൂപയാണ്. ഓഗസ്റ്റ് 22 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്തൊരു പ്രോസസറും ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വിലയും അത്യാവശ്യം വരുന്നുണ്ട്. 1,25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും ഒരു കാര്യം എന്താ വെച്ചാൽ പല ആൾക്കാരും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒന്നെങ്കിൽ ഐഫോൺ ആണ് പ്രിഫർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഒരു ഫോൺ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പം എത്ര പേര് ഈ 2 ബ്രാൻഡുകൾ ഒഴിവാക്കിയിട്ട് ഗൂഗിളിന്റെ ഡിവൈസുകളിലോട്ട് വരും എന്നുള്ളതും ഒരു ഡൗട്ടാണ്. എന്നാലും ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വിലയും അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ വരുന്നുണ്ട്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.